ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ടേസ്റ്റ് വിത്ത് മൈൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പച്ചക്കറികളിൽ പുതിയ താരമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് നമ്മളുടെ മൈക്രോഗ്രീൻ പച്ചിലകൾ. മുളപ്പിച്ച വിത്തുകളെക്കാളൊക്കെ പോഷക സമൃദ്ധമാണ് ഈ മൈക്രോഗ്രീൻ പച്ചിലകൾ. ഇത് മറ്റ് ഇലക്കറികളെക്കാളൊക്കെ ഏറെ ഗുണമുള്ളതാണ് വളർച്ചയുടെ പ്രാരംഭ ദിശയിലുള്ള ഈ ചെടികൾക്ക്. ഈ മൈക്രോഗ്രീനിൻ്റെ പ്രധാന പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് അടുക്കളയിലോ അല്ലെങ്കിൽ വീടിനകത്ത് തന്നെയോ മണ്ണോ വളമോ ഒന്നും ചേർക്കാതെ വെറും വെള്ളം മാത്രം കൊടുത്തുകൊണ്ട് അകത്ത് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു പച്ചക്കറി കൂടിയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അതിനുവേണ്ടി ഞാനിവിടെ 2 പ്ലാസ്റ്റിക് പാത്രമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് പാത്രം വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പ്ലാസ്റ്റിക് ബോട്ടിലുകളിലും നമുക്ക് ഇത് വളർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ ഈ പാത്രത്തിനകത്ത് ഓട്ടയൊക്കെ ഇടുന്ന ആളുകളുണ്ട്, ഓട്ടയൊക്കെ ഇട്ടിട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാനിവിടെ അതൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിനകത്ത് പാകാനുള്ള വിത്ത് വേണം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന വൻപയറിൻ്റെ വിത്താണ്. ഇത് ഞാൻ 8 മണിക്കൂർ വെള്ളത്തിലിട്ടതിന് ശേഷം ഒരു 6 മണിക്കൂർ വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിരിക്കുന്നതാണ്. വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് പുറത്തെടുത്ത് വെച്ച് കഴിയുമ്പോൾ ഒരു 6 മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കുമ്പോഴത്തേക്കും ഇതുപോലെ മുള പൊട്ടിയിട്ടുണ്ടാവും. ഇങ്ങനെ മുള വന്ന വിത്താണ് നമ്മൾ പാകേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ പ്ലാസ്റ്റിക് പാത്രത്തിലോട്ട് കുറച്ച് ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു 4 മടക്കാക്കിയിട്ടാണ് ഞാനിവിടെ ടിഷ്യൂ പേപ്പർ വെച്ചേക്കുന്നത്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ സ്പ്രേ ബോട്ടിൽ എന്തെങ്കിലും യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരുപാട് വെള്ളം നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കുകയാണെങ്കിലും എന്ത് പാത്രം എടുത്താലും ആ പാത്രത്തിന് അടിയിൽ ഒരിക്കലും വെള്ളം കെട്ടി നിൽക്കരുത്. കാരണം വിത്തൊക്കെ അളിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ. അപ്പോൾ ഞാൻ ഈ വെച്ചിരിക്കുന്ന ടിഷ്യൂ പേപ്പറിലോട്ട് ഒരല്പം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടോ, പാത്രത്തിന് അടിയിൽ വെള്ളം ഒട്ടും ഉണ്ടാവാൻ പാടില്ല. എന്നാൽ ടിഷ്യൂ പേപ്പർ നന്നായിട്ട് നനഞ്ഞിരിക്കാൻ വേണം. ഇനി നമുക്ക് ഇതിലോട്ട് മുളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പയറിട്ട് കൊടുക്കാം. അപ്പോൾ വിത്തിടുന്ന സമയത്ത് നന്നായിട്ട് തിക്കി നിറച്ച് തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ വളർന്നു വരുന്ന സമയത്ത് നല്ലോണം ചെടികളൊക്കെ നല്ല തിങ്ങി നിറഞ്ഞ് തന്നെ വളർന്നു വരും. എന്ന് എഴുതിയിട്ട് ഒരുപാട് അങ്ങോട്ട് ഇടുകയും വേണ്ട. ഒരുപാട് പാത്രത്തിൻ്റെ പകുതിയോളം ഒന്നും ഇടേണ്ട ആവശ്യമില്ല. അത്ര ഇട്ട് കഴിയുമ്പോൾ അടിയിലുള്ള വിത്തുകൾ മുള പൊട്ടി വരുന്നതിന് തടസ്സമുള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ വെള്ളമൊക്കെ ഒഴിക്കുമല്ലോ നമ്മൾ. അപ്പോൾ അത് ചിലപ്പോൾ അവിഞ്ഞു പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ ഒരു 4 മടക്ക് ടിഷ്യൂ പേപ്പർ, വളരെ നൈസായിട്ടുള്ള ടിഷ്യൂ പേപ്പറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതൊരു 4 മടങ്ങായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്നതാണെങ്കിൽ കുറച്ച് കട്ടിയുള്ള ടിഷ്യൂ പേപ്പർ ആയിരിക്കുമല്ലോ. അപ്പോൾ അതൊരു 2 മടക്കായിട്ട് ചെയ്താലും മതി. ഇനി ഇതിൻ്റെ മുകളിലോട്ടും നമുക്ക് അല്പം വെള്ളം തളിച്ചു കൊടുക്കണം. എപ്പോഴും ഈർപ്പം ഉണ്ടായിരിക്കണം ഇതിനകത്ത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ വെള്ളം തളിച്ചു കൊടുക്കുന്നത്. ഇനി ഇതൊരു ചെറിയ മൂടി കൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടച്ചു വെക്കണം. ഇങ്ങനെ അടച്ചു വെച്ചിട്ട് 3 ദിവസം വരെയും നമ്മളിത് തുറക്കരുത്. 3 ദിവസം വരെ അടച്ച് തന്നെ ഇരിക്കണം. ആ 3 ദിവസവും ആ ടിഷ്യൂ പേപ്പറിനകത്തുള്ള ഈർപ്പത്തിൽ വിത്ത് നന്നായിട്ട് മുള പൊട്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് അടച്ച് വെക്കുന്നത്. ഇനി ബാക്കിയുള്ള പ്ലാസ്റ്റിക് പാത്രത്തിലൊക്കെ ഞാനിതുപോലെ വിത്ത് പാകി കൊടുക്കുകയാണ്. ഇനി നമ്മളിത് അടച്ച് വെച്ചതിന് ശേഷം 3 ദിവസം കഴിഞ്ഞിട്ടുള്ള കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. ഇപ്പോൾ 3 ദിവസം കഴിഞ്ഞവിടെ ഞാനിപ്പോൾ ഇത് തുറന്ന് നോക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഈ മേളിൽ വെച്ചിരിക്കുന്ന ടിഷ്യൂ പേപ്പറിൻ്റെ ആവശ്യമില്ല. ആ ടിഷ്യൂ പേപ്പർ നമുക്കെടുത്ത് മാറ്റാം. അപ്പോൾ 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും നന്നായിട്ട് മുളയൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഒരു 1 ഇഞ്ച് കണക്കിന് നീളത്തിനാണ് ഇപ്പോൾ മുള വന്നിരിക്കുന്നത് കേട്ടോ. ടിഷ്യൂ പേപ്പറിലൊക്കെ ഇതിങ്ങനെ നന്നായിട്ട് ഒട്ടി പിടിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ ആ മുളയൊന്നും പൊട്ടി പോവാതെ വളരെ പതിയെ എടുത്ത് മാറ്റാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് വളമോ അങ്ങനെയുള്ള സംഭവങ്ങളോ ഒന്നും ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നില്ലല്ലോ. അപ്പോൾ വെള്ളം മാത്രം കൃത്യസമയത്തിന് ഒഴിച്ചു കൊടുക്കണം. രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും എന്ന പോലെ കൃത്യസമയത്തിന് നമ്മളിതിന് വെള്ളം ഒഴിക്കണം. ചൂടുള്ള പ്രദേശമാണെന്നുണ്ടെങ്കിൽ ഞാനൊരു 2-3 തവണയൊക്കെ ഇവിടെ വെള്ളം ഒഴിക്കാറുണ്ട്. ഇത് ഗൾഫ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നല്ല ചൂടാണല്ലോ. അപ്പം
രാവിലെ 8 മണിയാകുമ്പോഴത്തേക്ക് ഒഴിക്കും, പിന്നെ ഉച്ചയ്ക്ക് ഒഴിക്കും, പിന്നെ വൈകിട്ട് ഒഴിക്കും. അങ്ങനെ 2-3 തവണ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കാറുണ്ട്, സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. ഒരുപാട് കപ്പിൽ മുക്കി ഒഴിക്കേണ്ട ആവശ്യമില്ല, സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ സ്പ്രേ ബോട്ടിൽ എടുക്കുന്നത്. അതാകുമ്പോൾ കറക്റ്റായിട്ട് എല്ലായിടത്തോട്ടും വെള്ളം ആവുകയും ചെയ്യും. അപ്പോൾ ചൂടാണ്, നിങ്ങളിരിക്കുന്നിടത്ത് നല്ല ചൂടാണെന്നുണ്ടെങ്കിൽ മാത്രം ഒരു 2-3 തവണ ഒഴിച്ചു കൊടുത്താൽ മതി. ഇല്ലെന്നുണ്ടെങ്കിൽ രാവിലെയും വൈകിട്ടും ഒഴിച്ചാൽ മതി. ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് ഓരോ ദിവസത്തെ വളർച്ചയാണ് കേട്ടോ ഈ വിത്തിൻ്റെ. ഇതൊരു 8 ദിവസം കൊണ്ട് തന്നെ ഏകദേശം ഇതുപോലെ ആകും. ഒരു 9-10 ദിവസം കൊണ്ട് തന്നെ നമുക്ക് കറി വെച്ച് കഴിക്കാൻ പാകത്തിന് വളർന്നിട്ടുണ്ടാവും. ഇങ്ങനെ ചെറിയ ചെടിയായിരിക്കുമ്പോൾ തന്നെ നമ്മളിത് കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. ഇതിൻ്റെ തണ്ടോട് കൂടിയോ ഇല്ല വേരോട് കൂടിയോ നമുക്ക് കഴിക്കാവുന്നതാണ്. കാരണം നമ്മൾ വളവും കാര്യങ്ങളും മണ്ണോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വേരും നമുക്ക് വേണമെങ്കിൽ കഴിക്കാം. അപ്പോൾ തണ്ട് മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ തണ്ടോടുകൂടി നമുക്ക് വെട്ടിയെടുക്കുകയും ചെയ്യാം. 2 ഇല വരുന്നതാണ് ഇതിൻ്റെ പരുവം എന്ന് പറയുന്നത്. അതിൽ കൂടുതൽ വളർന്നു പോയി കഴിഞ്ഞാൽ തണ്ടൊക്കെ മൂത്ത് പോകും. അപ്പോൾ ഈ ഒരു പരുവാകുന്ന സമയത്ത് നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇത് കറി വെക്കുന്നത് നമ്മൾ ചീര പരിപ്പ് കറി വെക്കുമല്ലോ, അതുപോലെ വേണമെങ്കിലും വെക്കാം. ഇല്ല മുട്ടയുടെ കൂടെ ഇട്ട് നമുക്ക് തോരൻ പോലെ വെക്കാം. മുട്ടയില്ലാതെ തനിയെ വേണമെങ്കിലും തോരൻ വെക്കാം. അങ്ങനെ ഇതുപോലെ കുറേ പാത്രങ്ങളുണ്ടെങ്കിൽ ഒരുപാട് പ്ലാസ്റ്റിക് ബോട്ടിലോ പ്ലാസ്റ്റിക് പാത്രത്തിലോ നമ്മൾ വേസ്റ്റാക്കി കളയുന്ന ഏത് പാത്രം വേണമെങ്കിലും നിങ്ങൾക്കിത് വളർത്താനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാ പാത്രത്തിലും വയ്ക്കുകയാണെങ്കിൽ ഒരേ സമയം നമ്മൾ വിത്തിടുവാണെങ്കിൽ നമുക്ക് കറക്റ്റ് ഒരു 8-10 ദിവസത്തിൻ്റെ ഉള്ളിൽ ഒരു കറിക്കുള്ള ചീര അല്ലെങ്കിൽ ഒരു കറിക്കുള്ള മൈക്രോഗ്രീൻ നമുക്ക് കിട്ടുന്നതായിരിക്കും. വളരെ പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു ചെടിയാണിത്. അപ്പോൾ ഇനി നമുക്കിത് വെട്ടിയെടുക്കാം. അപ്പോൾ ഞാനിതിൻ്റെ തണ്ടോട് കൂടിയാണ് വെട്ടുന്നത്. നിങ്ങൾക്ക് വേര് വേണമെങ്കിലും കഴിക്കാം കേട്ടോ. അതുപോലെ വൻപയറൊക്കെ എന്ന് വെച്ചാൽ 1-2 വിളവ് നമുക്ക് എടുക്കാൻ പറ്റും. കാരണം ഒരു തവണ നമ്മൾ തണ്ടോടുകൂടി കട്ട് ചെയ്തെടുത്താലും വീണ്ടും അത് വളരും. ബാക്കിയുള്ള വിത്തുകളൊക്കെ നന്നായിട്ട് വളരും. ഇതിനകത്തിട്ടത് മാത്രം എന്താണെന്ന് അറിയത്തില്ല, വളരെ പതിയാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് മുഴുവനായിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഇത് മാത്രം ഞാൻ കട്ട് ചെയ്യുന്നില്ല, മാറ്റി വയ്ക്കുകയാണ്. ബാക്കി 2 പ്ലാസ്റ്റിക് പാത്രത്തിനകത്തുണ്ടായിരുന്നത് ഞാൻ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഇത് ഞാനിന്ന് മുട്ടയുടെ കൂടെ തോരൻ വയ്ക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. ലോക്ക്ഡൗൺ സമയത്ത് വീട്ടിലും ഇണ്ടാതിരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. നല്ല പോഷക ഗുണങ്ങളുള്ള ഒരു ചെടിയാണ് ഈ മൈക്രോഗ്രീന്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഞാനപ്പോൾ ഇന്ന് വെച്ചത് ഇങ്ങനെയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ, സീ യു.